+1 ഹ്യൂമാനിറ്റീസ് എടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാം. +1 ഹ്യൂമാനിറ്റീസിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും +1 ഹ്യൂമാനിറ്റീസ് നേരിടാൻ പോകുന്ന ചില പ്രശ്നങ്ങളും എങ്ങനെയാണ് +1 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കാര്യമാണ് ഞാൻ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു എജ്യൂപോർട്ട് +1 ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോർട്ടിൻ്റെ +1 ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ ഈ ഒരു വീഡിയോ +1 ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കൊന്ന് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ +1 ഹ്യൂമാനിറ്റീസിലെ ഏത് കോമ്പിനേഷൻ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുമെന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം, അതായത് എല്ലാ കോമ്പിനേഷനിലെയും പോലെ തന്നെ ഹ്യൂമാനിറ്റീസിലും എന്താണ് 6 വിഷയങ്ങളാണുള്ളത്. 80 മാർക്കിൻ്റെ വിഷയങ്ങളുണ്ട്, 60 മാർക്കിൻ്റെ വിഷയങ്ങളുണ്ട്. ഹ്യൂമാനിറ്റീസിൽ പ്രാക്ടിക്കൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ജോഗ്രഫിയാണ്. അപ്പോൾ പ്രാക്ടിക്കൽ വരുന്ന സബ്ജക്റ്റിനൊക്കെ 60 മാർക്കും അല്ലാത്ത സബ്ജക്റ്റിനൊക്കെ എത്ര മാർക്കാണ്? 80 മാർക്കുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ്, 30% മിനിമം മാർക്ക് നിങ്ങളുടെ റിട്ടേൺ എക്സാമിൽ എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് +1 പാസ്സാകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് +1 പാസ്സാവണമെങ്കിൽ 30% മിനിമം മാർക്ക്, 30% മിനിമം മാർക്ക് നിങ്ങൾ നിങ്ങളുടെ റിട്ടേൺ എക്സാമിൽ എഴുതിയെടുക്കണം. അതായത് 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 18 മാർക്കും 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 24 മാർക്കും നിങ്ങൾ എഴുതിയെടുക്കണം ഒരു കൊല്ലം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ +1 60 36 മാർക്കും 80 48 മാർക്കും നിങ്ങൾ +1 എഴുതിയെടുത്തു വിചാരിക്കുക. അപ്പോൾ ഹിസ്റ്ററി 80 മാർക്കിൻ്റെ വിഷയമാണ്, ജോഗ്രഫിയിൽ 60 മാർക്കിൻ്റെ വിഷയമാണ്. 80 മാർക്കിൻ്റെ ഹിസ്റ്ററിയിൽ നിങ്ങൾ 48 മാർക്കും 60 മാർക്കിൻ്റെ ജോഗ്രഫിയിൽ 36 മാർക്കും നിങ്ങൾ എഴുതിയെടുത്താൽ നിങ്ങൾ +1നും +2നും പാസ്സായി. ഈ ഒരു കാര്യം പല കുട്ടികൾക്കും അറിഞ്ഞിട്ടും അവർ +1 പ്രോപ്പറായിട്ട് പഠിക്കുന്നില്ല. ഞാൻ SSLCയും +1 തമ്മിൽ ഒരു 3 വ്യത്യാസം പറഞ്ഞാൽ, ഒന്ന് 10ൽ നിന്ന് 6 വിഷയമായിട്ട് ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും +1 കണ്ടന്റ് 3 ഇരട്ടിയാണ്. SSLCയേക്കാൾ 3 ഇരട്ടി കണ്ടന്റ് കൂടുതലാണ് ഇവിടെ +1 കേട്ടോ. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണേ, SSLCയേക്കാൾ 3 ഇരട്ടി കണ്ടന്റ് കൂടുതലാണ് ഇവിടെ +1. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തത്, പലരും +1 തുടക്കം മുതലേ പഠിക്കില്ല. എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം അവസാനത്തേക്ക് മാറ്റി വെച്ചിട്ട് +1 മിക്ക ആളുകൾക്ക് മാർക്ക് കുറയും. അതുകൊണ്ടാണ് ഹ്യൂമാനിറ്റീസിൻ്റെ വിജയ ശതമാനം എല്ലാ വർഷവും 70% താഴ്ന്നു പോകുന്നത്. മൂന്നാമത്തെ കാര്യം, നല്ല മടിയാണ് കുട്ടികൾക്കൊക്കെ, നല്ല മടിയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് പോലുള്ള 3 കോർ സബ്ജക്റ്റും, കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്, സോഷ്യോളജി, ജോഗ്രഫി, സ്റ്റാറ്റി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഫിലോസഫി, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോളജി പോലെയുള്ള കോമ്പിനേഷൻ സബ്ജക്റ്റും ഉണ്ട്. അതിൽ സ്റ്റാറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ഇക്കൊല്ലം മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇക്കൊല്ലം മാറിയിട്ടുണ്ട്, ലാംഗ്വേജിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇക്കൊല്ലം മാറിയിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ്, ലാംഗ്വേജ്, സ്റ്റാറ്റി പോലുള്ള സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഈ കൊല്ലം മാറിയിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കുകൾ മാറി, ബാക്കി ടെക്സ്റ്റ് ബുക്ക് ഒന്നും മാറിയിട്ടില്ല, അതൊരു പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾ തുടക്കം മുതലേ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം തരാം മക്കളെ. നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ 80ൽ 48ഉം 60ൽ 36 മാർക്കും ഈ ഒരു +1 നേടിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ നേടിയെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മൊത്തത്തിൽ +1 +2ൻ്റെ വിജയത്തെ ബാധിക്കും. +2നേക്കാളും സിമ്പിൾ, അതായത് SSLCയേക്കാളും 3 ഇരട്ടി +1 പഠിക്കാനുണ്ട്. ആ +1നേക്കാളും 2 ഇരട്ടി എവിടെ പഠിക്കാനുണ്ട്, +2 പഠിക്കാനുണ്ട്. +2നേക്കാളും എത്രയോ സിമ്പിളാണെന്ന് +1 നിങ്ങൾ തുടക്കം മുതലേ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ +1 നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കയ്യിലാക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ രീതിയിൽ തുടക്കം മുതലേ എന്ത് ചെയ്യാൻ തയ്യാറാവുക, പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും എക്സാമിൻ്റെ തലേന്നത്തേക്ക് മാറ്റി വെക്കരുത് കേട്ടോ. നിങ്ങൾ SSLC ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ്, പഠിക്കാൻ സമയമുണ്ടായിട്ടും എല്ലാം എക്സാമിന് തലേന്നത്തേക്ക് മാറ്റിവെച്ചു, എല്ലാം എക്സാമിനോട് അടുപ്പിച്ച് മാറ്റിവെച്ചു. അത് കാരണം നിങ്ങളിൽ പലർക്കും +1 പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ സാധിച്ചില്ല. നിങ്ങളിൽ പലർക്കും SSLCയിൽ വിചാരിച്ചൊരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിച്ചില്ല. അതേ ഒരു പ്രശ്നം നിങ്ങൾ +1ലും ചെയ്യരുത്. +1 നിങ്ങൾ തുടക്കം മുതലേ പഠിക്കുകയാണെങ്കിൽ, തുടക്കം മുതലേ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, തുടക്കം മുതലേ ഉഷാറാക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് +1 ഈസി ആക്കാൻ പറ്റും. അത് നമ്മൾ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് അതായത് പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ലാംഗ്വേജ്, സോഷ്യോളജി, ജോഗ്രഫി, സ്റ്റാറ്റി ഈ സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നെങ്കിൽ അതിനുള്ള ട്യൂഷനാണ് എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച്. അപ്പോൾ നിങ്ങൾ പറയും, സാറേ ഞങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടോളാം. യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ. കഴിഞ്ഞ വർഷം യൂട്യൂബ് ക്ലാസ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആളുകൾ തോറ്റു പോയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ തോറ്റു പോകാത്തവരുടെ കൂട്ടത്തിൽ എത്തിയിട്ട് ജയിക്കുന്ന ആളുടെ കൂട്ടത്തിലേക്ക് എത്തണമെങ്കിൽ യൂട്യൂബിലൊക്കെ എജ്യൂപോർട്ട് വളരെ കുറച്ച് ക്ലാസ് മാത്രമേ തരുള്ളൂ. എജ്യൂപോർട്ടിൻ്റെ മെയിൻ ക്ലാസ്സുകൾ എജ്യൂപോർട്ടിൻ്റെ ആപ്പിലാണ്. റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, ഡൗട്ട് ക്ലിയറൻസ്, PYQs, സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങളെ +1 ആൻഡ് +2 ഹ്യൂമാനിറ്റീസിൽ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ സംഭവവും എവിടെയുണ്ട്, എജ്യൂപോർട്ടിൻ്റെ ബാച്ചിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എജ്യൂപോർട്ടിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ള കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം,
ചെയ്യാം, സെറ്റാക്കാം. മക്കളെ നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സിന് ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിപ്പിക്കാൻ എജുപോർട്ട് തയ്യാറായിട്ടുണ്ട്. അത് എജുപോർട്ട് സൂപ്പർ ബാച്ചിലൂടെയാണ് നമ്മൾ തരിക. ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ +1 അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.ejuporter എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. അങ്ങനെ മെസ്സേജ് അയച്ചാൽ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതും അതേപോലെ സൂപ്പർ ബാച്ചിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. മക്കളെ നിങ്ങൾ മടി കാണിച്ചിട്ട് എല്ലാം എക്സാമിന് തലേന്ന് പഠിക്കാം, എക്സാമിന് അടുപ്പിച്ച് പഠിക്കുന്നുള്ളൊരു ചിന്തയിൽ നിൽക്കരുത്. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ തീരുമാനമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. സോ മക്കളെ തുടക്കം മുതലേ പഠിക്കുക, ഒന്നും അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ആ ഒരു ചിന്തയിൽ തുടക്കം മുതലേ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് തോറ്റു പോകുന്ന ഒരാളുടെ കൂടെ നിങ്ങൾ പോകും. അങ്ങനെ പോകരുത് മക്കളെ. അങ്ങനെ പോകുന്നതിൽ അതിയായ സങ്കടമുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, എഫേർട്ട് ഇട്ട് പഠിക്കടാ, അടിപൊളിയായിട്ട് പഠിക്കടാ, സൂപ്പറായിട്ട് പഠിക്കടാ, ബെസ്റ്റ് റിസൾട്ട് നിങ്ങളെ തേടി വരും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യുക. ഒന്നുകിൽ nafi.ejuporter ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്.